ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സൂപ്പറായിട്ടുള്ള ജാഗരിയുടെ ഒറിജിനൽ റെസിപ്പിയാണ്. പിന്നെ നമ്മൾ കേരളയിലെ സ്പെഷ്യൽ ജിലേബി. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനൊരു പാത്രത്തിൽ 1 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്താണ്, ഒരു 4 മണിക്കൂർ കുതിർത്താണ്. അതാണ് എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഞാൻ മിക്സിയിലാണ് അരയ്ക്കുന്നത്. അപ്പം മിക്സിയിൽ അരച്ചാൽ മതി കേട്ടോ. ഗ്രൈൻഡറുള്ളവർ ഗ്രൈൻഡറിൽ അരച്ചോളൂ. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഞാൻ മിക്സിയിൽ ഒത്തിരി ചൂടാകാതിരിക്കാൻ ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തത്. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാനത് മാറ്റി വെച്ചിട്ട് നമുക്കിതിന് നമ്മുടെ ജിലേബിക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനാണ്. അപ്പം നമുക്ക് 1:2 എടുക്കേണ്ടത്. അപ്പം നമുക്ക് 1 കപ്പ് ഉഴുന്നിന് നമുക്ക് 2 കപ്പ് ഷുഗർ എടുക്കണം. ഇപ്പം ഞാൻ ആ ഷുഗറിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചതാണ്. ഇവൻ നമ്മൾ ഈ 1 നൂൽ കമ്പി അതൊന്നും പാകമൊന്നും നോക്കണ്ട, ഒട്ടുന്ന പരുവമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാമേ. പിന്നെ നമുക്ക് ആ ഒരു ബേക്കറി സ്റ്റൈൽ തന്നെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ 1 ടീസ്പൂണ് ഗീ ഇട്ട് കൊടുത്തത്. പിന്നെ ഞാനത് കഴിഞ്ഞ് ഒരു 1.5 ടീസ്പൂണ് നമ്മുടെ ഏലക്കായും ഷുഗറും കൂടെ പൊടിച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷുഗർ ഇങ്ങനെ കട്ടിയാവാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നല്ലൊരു മണവും ആ ഒരു രുചിയൊക്കെ കൊടുക്കും. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തേ. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന കളറ്, നിങ്ങൾ എപ്പോഴും കളർ മിക്സ് ചെയ്യുമ്പം കുറച്ച് ഓറഞ്ചും റെഡും കൂടെ മിക്സ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ആ ബേക്കറി സ്റ്റൈൽ കളറ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പം ആ ഒരു ഒട്ടുന്ന പരുവായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു റോസ് എസൻസിൻ്റെ ഒരു തുള്ളി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ഒത്തിരി ആകുമ്പോൾ അതിന് ഒത്തിരി മണമായിപ്പോവും. പിന്നെ ഇപ്പം ഞാൻ എണ്ണ എടുത്ത് സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒത്തിരി ചൂടാവല്ലേ, നമുക്ക് ഒത്തിരി ചൂടിലിട്ട് വേണ്ട. പിന്നെ നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഉഴുന്ന് അരച്ച് വെച്ചതിലോട്ട് ബാക്കി കളറ് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മൈദ വേണമെങ്കിൽ മൈദയും യൂസ് ചെയ്യാം, പക്ഷേ ഞാനിവിടെ കോൺഫ്ലവറാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഞാനൊരു സിപ്ലോക്ക് ബാഗിലോട്ട് നമ്മുടെ മാവെല്ലാം ഒഴിച്ചിട്ട് ഇതേപോലെ റൗണ്ട് ചുറ്റി എടുക്കുന്നുണ്ട്. ഇത് ആദ്യമായി ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്ത് നോക്കുക. അതിനാണ് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഒരു 2 റൗണ്ട് ചുറ്റിയെടുത്താൽ മതിയേ. എന്നിട്ട് ഇത് തീയുടെ ചൂട് ഒത്തിരി കൂടുകയോ ചെയ്യരുത്, എണ്ണ ഒത്തിരി ചൂടാവുകയോ ചെയ്യരുത്. സ്ലോയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. കാരണം ഒത്തിരി ചൂടായാൽ അത് നമ്മുടെ ഇതിന് വരത്തില്ല, ജ്യൂസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ഫ്രൈ ആയിപ്പോവും. എന്നിട്ട് അതേ ചൂടോടെ ഇപ്പുറത്തെ ചൂടോടെ സിറപ്പ് വെച്ചേക്കണം, അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പം നമ്മുടെ ജിലേബി ചെയ്യുന്ന പോലെ സാധാ ബേക്കറി കിട്ടുന്ന അതേപോലെ തന്നെ ഇങ്ങനെ ചുറ്റി എടുക്കണം. ഇത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പം പെട്ടെന്ന് ഇത് നിങ്ങൾക്ക് ശരിയാവില്ല. അതുകൊണ്ട് ഒരു 2-3 വട്ടം ഇതുപോലെ ചെയ്താലേ ശരിയാവത്തുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണ ഒത്തിരി എടുക്കരുത്, കാരണം എണ്ണ ഒത്തിരി ആണെങ്കിൽ കയ്യിലോട്ട് ചൂടടിക്കും. അപ്പം ഇത് നോക്കിക്കോ, ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് വേണം ഇങ്ങനെ ചുറ്റി എടുക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ആദ്യം ഇതും ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നത്. അടിപൊളി ജിലേബി ആയിരിക്കും, നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ജിലേബി ആയിരിക്കും. 1 കപ്പ് മാവിന് എന്തോരം ജിലേബിയാണ് വന്നതെന്നറിയാമോ? അപ്പം നിങ്ങളെ വീട്ടിൽ ഇത് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. വെറുതെ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായം എന്നോട് പറ. എല്ലാവരും ചെയ്ത് നോക്കണേ. നമുക്ക് ഉടനെ അടുത്ത റെസിപ്പിയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.